അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൽഹിംനാ മറാഷിദ ഉമൂരിനാ വഅദ്നാ മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ കുറഞ്ഞ കാല ദുനിയാവിലേക്ക് വലിയ ലക്ഷ്യവുമായി അയച്ചതാണ്. നമ്മളെ ജീവിതം വളരെ കുറഞ്ഞതാണെങ്കിൽ നമ്മൾ ലക്ഷ്യം വലുതാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ദുനിയാവിലേക്ക് അയച്ചത്. നമ്മൾക്ക് മറ്റുള്ള ജീവികളെപ്പോലെ ഇഷ്ടാനുസരണം ജീവിച്ച് മരിച്ചു പോകേണ്ടതല്ല. അതാ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്. അമ്മ സിമിത്തും അന്നമ്മ ഖലഖ്നാക്കും അബസ. ഒരു ലക്ഷ്യമില്ലാതെയാണ് ഞാൻ നിങ്ങൾ സൃഷ്ടിച്ചത്. അതാ ചോദിക്കുകയാണ്. വലിയ ലക്ഷ്യമാണ് അതാണ് മുന്നിൽ. ഈ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ളത് നമ്മൾ ദുനിയാവിലേക്ക് അയച്ചത്. ഈ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് ആര് ശ്രമിച്ചോ അവൻ ദുനിയാവിലും വിജയമാണ്, കാലാകാലം മാർത്തും വിജയമാണ്. ഈ ലക്ഷ്യം പൂർത്തീകരിക്കാതെ സ്വന്തം നഫ്സിൻ്റെ ഇച്ഛക്കനുസരിച്ച് ജീവിച്ചാൽ രണ്ട് ലോകത്തും പരാജിതനാണ് അവൻ. അവനെ പറ്റിയാണ് പറഞ്ഞത് വിഡ്ഢി എന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി ചോദിച്ചു, ബുദ്ധിമാൻ ആരാണ്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബുദ്ധിമാൻ മരണത്തെപ്പറ്റി ചിന്തിക്കുകയും ആ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി മരിക്കുന്നതിന് തയ്യാറാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഈ ദുനിയാവിലെ അല്പകാല ജീവിതം സ്വന്തം നഫ്സിൻ്റെ ഇച്ഛക്കനുസരിച്ച് ജീവിച്ചതിനെ പറ്റി പറഞ്ഞു അവന് ഹംകാവെന്ന് പറഞ്ഞു, അവന് വിഡ്ഢിയാണെന്ന് പറയപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഏതൊരു മനുഷ്യൻ അല്ലാഹുവിനെ തൃപ്തിക്കനുസരിച്ച് ദുനിയാവിൽ ജീവിതം ചെലവഴിച്ചോ ഈ ദുനിയാവിലും വിജയമാണ്, കാലാകാലം മാർത്തും വിജയമാണ്. മൻ അമില സാലിഹൻ മിൻ സക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ സൽക്കർമ്മം ചെയ്താൽ മുഅ്മിനാണെന്ന് പറഞ്ഞു. അല്ലാഹു പറയുന്നു, ഫല ഉറപ്പിച്ച് പറയണം, ഫലനുഹ്യിയന്നഹു, ഞാൻ അവനെ ജീവിപ്പിക്കും, ഹയാത്തൻ ത്വയ്യിബ, രസകരമായ ജീവിതം അവൻ ജീവിക്കുമെന്നല്ല പറഞ്ഞു, ഞാൻ അവനെ ജീവിക്കുമെന്ന് പറഞ്ഞു. ഒരു മുഅ്മിനായ മനുഷ്യനെ പറ്റി പറഞ്ഞു, അള്ളാഹു അവന് സന്തോഷമായ ജീവിതം ദുനിയാവ് കൊടുക്കും, പിന്നെ ആഖിറത്തിലോ അത് കാലാകാലം വിജയം. അതല്ല നേരെ മറിച്ചാണെങ്കിലോ, ഒമനാറൻ ദിക്രി ഫൈനലഹു മൈഷത്തൻ ദങ്ക, എൻ്റെ സ്മരണ ഇട്ടാൽ ജീവിച്ചോ ദുനിയാവിലും നഷ്ടവാളിയാണ്, കാലാകാലം ആഖിറത്ത് നഷ്ടവാളിയാണ്. ഒരാൾക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, അധികാരമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവൻ അള്ളാഹിനെ അനുസരിക്കാത്തവനാണെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഈ ദുനിയാവിൽ നിന്ദിനാക്കും, കാലാകാലത്തും നഷ്ടവാളിയാക്കും. ഒരാൾ കൃത്യം പീഡിയ കൊലയുമ്പോഴാണ്, കുരി പറഞ്ഞ വസ്ത്രമാണ്, ആരും ശ്രദ്ധിക്കാന്നില്ല, അവനെ മരണസമയത്ത് കെലിമയല്ലി അള്ളാഹിന് ജീവിതമാണ്, അവന് വലിയ മഹാഭാഗ്യവാനാണ്, അവനാണ് യഥാർത്ഥ ഭാഗ്യവാൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മൾ ഏത് സാധനം വാങ്ങുമ്പോഴും ആ സാധനം വാങ്ങുമ്പോൾ ഒരു കാറ്റലോഗ് ഉണ്ടാവും. ആ ഒരു വണ്ടി വാങ്ങുകയാണെങ്കിലും ആ വണ്ടി വാങ്ങുമ്പോൾ അതിൻ്റെ പെട്രോൾ ഇന്ന സ്ഥലത്ത് ഒഴിക്കണം, അത് വെള്ളം ഇന്ന സ്ഥലത്ത് ഒഴിക്കണം എന്നൊരു കാറ്റലോഗ് ഉണ്ടാവും. ആ കാറ്റലോഗിനനുസരിച്ച് നമ്മൾ ചെയ്യാഞ്ഞാലോ, ഞാൻ വാങ്ങിയ വണ്ടിയാണ്, എനിക്കിഷ്ടപ്രകാരം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ വണ്ടി 2 ദിവസം ഓടും, പിന്നെ ഓടാൻ പറ്റില്ല, കേടുവരും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച നമ്മൾക്ക് അള്ളാഹു എഞ്ചിനീയറാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ജീവിക്കേണ്ട രീതി നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പ്രസംഗിച്ചിട്ടല്ല ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ജീവിതം ആര് ജീവിച്ചോ അവൻ ദുനിയാവിലും വിജയമാണ്, ആഖിറത്തും വിജയമാണ്. അള്ളാഹു പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിനെയും അന്ത്യനാളിലും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അഴകേറിയ മാതൃക ഉണ്ടായിരുന്നു. ആ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ അടി മുതൽ മുടി വരെ ജീവിക്കേണ്ട രീതി കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു സംഗതി പോലും അള്ളാഹു റസൂലുള്ളാഹി കാണിച്ചിട്ട് വിട്ടിട്ടില്ല. ഒരു കോഴി കൂമ്പ് എന്താ ചെയ്യണ്ടേ, ഒരു നായ് വരക്കുമ്പോൾ എന്താ ചെയ്യണ്ടേ, ബ്രഷ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണ്ടേ, കിടക്കിലേക്ക് പോകുന്ന എല്ലാ രംഗങ്ങളിലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി മാതൃക ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു നിസ്സാര സുന്നത്തും ആകാശങ്ങൾക്ക് വലിയ വിലയുള്ളതാണ്. ഓരോ ചെറിയ സുന്നത്തിനും വലിയ ഹിദായത്ത് ഒളിഞ്ഞുകിടപ്പുണ്ട്. ഇന്ന് ഉമ്മത്തിനെന്ന നാട്ടിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഉലമാക്കൾ പറയുന്നു, നബി തങ്ങൾ സുന്നത്തിനെ നമ്മൾ ഒഴിവാക്കിയതിൻ്റെ പേരിലാണ്. നബി തങ്ങൾ സുന്നത്തെന്ന് പറഞ്ഞത് പാടിപ്പുകഴ്ത്തിന് മാത്രമല്ല, എന്താണ് ആ തങ്ങളുടെ ജീവിതം നമ്മൾ ജീവൻ നയിക്കണം. കുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ, പറഞ്ഞേക്കും നബി, അല്ലാഹ് നിങ്ങൾ സ്നേഹിക്കുന്നതിന് ഫത്തബി, എന്നെ പിൻപറ്റാൻ പറഞ്ഞു, നബി തങ്ങളെ പിൻപറ്റാൻ പറഞ്ഞു. അത് നബി തങ്ങളെ പിൻപറ്റിയാലോ യുഹിബ്ബുക്കും, അല്ലാഹ് നിങ്ങൾ സ്നേഹിക്കും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ പാപങ്ങളെ പുറത്തിരുന്നാണ്. അപ്പോൾ അള്ളാഹിനെ സ്നേഹം കിട്ടാൻ ഒരേ ഒരു വഴി, രണ്ടാമതൊരു വഴിയില്ല. ബഹുമാനപ്പെട്ട നബി തങ്ങളെ പരിപൂർണമായി പിൻപറ്റി ജീവിക്കുകയാണ്. നബി തങ്ങൾ സ്വന്തമായി കൊണ്ടുപോകാൻ ജീവിത രീതി മാത്രമേ വിജയമുള്ളൂ.
അല്ലാത്തതെല്ലാം ദുനിയാവിലും ആഖിറത്തും നഷ്ടത്തിനും ഖേദത്തിനും പരാജയത്തിനും കാരണമാണ്. ആ നിമിത്തങ്ങളെ സുന്നത്ത് നമ്മൾ ജീവിതം ഉണ്ടാക്കി തീർക്കണം. ഒരാൾ നിമിത്തങ്ങളെ സ്നേഹിക്കുന്നതിന് അർത്ഥം എന്താണ്? ആ നിമിത്തങ്ങളെ നമ്മൾ സിനിമാ നടനെ സ്നേഹിക്കുന്നുണ്ട്. എന്താ പറയുക? സിനിമാ നടനെ പറ്റി പുകഴ്ത്തി പറയലല്ല. സിനിമാ നടൻ്റെ വേഷം, സിനിമാ നടൻ്റെ ഡ്രസ്സിങ് എല്ലാം ഞാൻ ഹരമായി തീരും. നിമിത്തങ്ങളെ സ്നേഹിക്കൽ എങ്ങനെയാണ്? ആ നിമിത്തങ്ങളെ ജീവിതം, നിമിത്തങ്ങളെ സുന്നത്ത്, അടി മുതൽ മുടി വരെ സുന്നത്ത് നമ്മൾ ജീവിതം ഉണ്ടാക്കി തീർക്കണം. നിമിത്തങ്ങളുടെ സ്നേഹം അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിമിത്തങ്ങളുടെ ഒഫാത്തിന് ശേഷം സാഹി പോണ സമയത്ത് വെറുതെ കൂണ് പോയി. അപ്പോൾ ചോദിച്ചു, എന്താണെന്ന് വെച്ച് പറഞ്ഞു, ഞാൻ നിമിത്തങ്ങൾ ഉള്ള സമയത്തുള്ള മരം ചാഞ്ഞു കഴിഞ്ഞിരുന്നു. നിമിത്തങ്ങൾ ശ്വാസം ആ മരത്തിൻ്റെ അടി കൂടിയ കൂണ് പോയി. ഇന്ന് ആ മരമില്ല, ഒന്നുമില്ല. എന്നിട്ടും ആ സാബി നിമിത്തങ്ങളെ പിൻപറ്റാൻ വേണ്ടി കൂണ് പോയി. വേറെ യാതൊരു സാബി വെറുതെ മൂത്രമൊഴിക്കാതിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എനിക്ക് മൂത്രമൊഴിക്കാണ്ടായിട്ട് ഒഴിച്ചതല്ല, പക്ഷെ നിമിത്തങ്ങൾ സുല്ലാസമുള്ള മൂത്രമൊഴിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ടതാണ്. അത്രത്തോളം ഒരു അണപ്പല്ല് കൊണ്ട് സുന്നത്തിനെ ഒരു മുറുകെ പിടിച്ചിരുന്നു. ആരാ ജീവിതം, ആ നിമിത്തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നോ രണ്ട് ലോകത്തും വിജയമാണ്. അല്ലെങ്കിൽ അവന് ഭയങ്കരമായ നഷ്ടത്തിലായിരിക്കും. ഓരോ അവസ്ഥയിലും നിമിത്തങ്ങൾ, ഓരോ രംഗങ്ങളിലും ഒരു മനുഷ്യൻ ചെയ്യേണ്ട രീതി ജീവിച്ചു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉറങ്ങാൻ പോകുമ്പോൾ എങ്ങനെയാണ്, കക്കൂസ് പോകുമ്പോൾ എങ്ങനെയാണ്, അതാണ് ദിക്ർ എന്ന് പറയുന്നത്. ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല, 24 മണിക്കൂറും ഒരു മനുഷ്യൻ നിമിത്തങ്ങളെ പിൻപറ്റി ജീവിക്കുമ്പോൾ ആ 24 മണിക്കൂർ ജീവിതമാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്, ദുആ ഉണ്ട്. അള്ളാഹ് എന്താണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പള്ളി കയറാണ്, അല്ലാഹു മഫ്തഹ്ലി അബ്വാബ റഹ്മതിക്. കക്കൂസിക്ക് പോണ്, അല്ലാഹു മിൻ യഅൂദു ബിൽ ഖുബൂസിൽ ഖബായിസ്. ഇടത്തുകാല വെക്കുക, മടങ്ങി ഗുഫ്രാനക അൽഹംദുലില്ലാഹ് എന്ന് പറയാം. റസൂലും അൽഹംദുലില്ലാഹി അല്ലദീ കസാനി ഹാദാ വർസഖൻ ദുആ ചെയ്യില്ല. ഓരോ രംഗങ്ങളിലും ദുആ ഉണ്ട്, ഓരോ രംഗങ്ങളും നമുക്ക് മാതൃക ഉണ്ട്. ഒരാൾ ഉറങ്ങാൻ പോവാണ്, ഒരു മനുഷ്യൻ 60 കൊല്ലം ജീവിക്കുന്ന മനുഷ്യൻ ദിവസം 8 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ അവൻ്റെ 20 കൊല്ലം ഉറങ്ങി തീർക്കാണ്. ഈ ഉറക്കം ഇബാദത്താണ്. ഒരാൾ കക്കൂസ് പോണ്, 60 കൊല്ലം ജീവിക്കുക, 2 കൊല്ലം കക്കൂസ് പോകാനാവും, 6 മാസം ഡ്രസ് ഇടാനാവും. അപ്പോൾ ഇതൊക്കെ ഇബാദത്താക്കി തീർക്കാനുള്ള വഴികൾ ആ നിമിത്തങ്ങളെ പിൻപറ്റി ജീവിക്കലാണ്. നമ്മളിന്ന് ഉറങ്ങാൻ പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നിസ്സാരമായ ഒരു അമലാണ്, പക്ഷേ പ്രതിഫലങ്ങളോ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടാൻ പോകുന്നത്. നമുക്ക് ചാത്തനും പോകുന്ന ഉറങ്ങാം, സാറാമൊന്നുമില്ല, നാളെ ആക്കത്ത് പ്രതിഫലമില്ല. ഒരു നിമിത്തങ്ങൾ ഉറങ്ങിയ രീതി എങ്ങനെയാണ്? നിമിത്തങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് വിസ്വാക്ക് ചെയ്യും, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യും, ഒതുർത്ത് വരും. ഒതുർത്ത് വന്നിട്ട് ഇരിപ്പുണ്ടേ 3 വട്ടം കൂടി പുറത്തു കൊണ്ടേ കൊട്ടും, അല്ലെങ്കിൽ തടവും. ഒരുപാട് ഗുണങ്ങളുണ്ടായില്. നിമിത്തങ്ങളെ ഓരോ സുന്നത്തിലും ശാസ്ത്രീയ വശങ്ങളുണ്ട്. കാരണം ആ വിരിപ്പ് കൊണ്ടേ കൊട്ടാൻ എന്തെങ്കിലും അപകടകമായ എന്തെങ്കിലും ഉണ്ടാവും. മറ്റേ കരിക്കുന്നനോ പാമ്പം തേടാൻ സാധ്യതയുണ്ട്. പുറത്തുകൊണ്ടേ കൊട്ടിയിട്ട് തെക്ക് വടക്കായി വിരിക്കും, കബറ് കിടക്കുന്ന മാതിരി. തലഭാഗം വടക്കോട്ടും കാൽഭാഗം തെക്കോട്ടും ആകുന്ന കബറ് കിടക്കുന്ന രീതിയിൽ വിരിച്ചും. വിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഖിബ്ലാകവുമായി ഇരിക്കും. എന്നിട്ട് ഫാത്തിഹ സൂറത്ത് ഖുൽ കാഫിറൂന ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. കയ്യിലൂതി ദേഹം 3 വട്ടം തുടങ്ങും. മുൻഭാഗത്ത് തുടങ്ങിയിട്ട് 3 വട്ടം പ്രാവശ്യം തുടങ്ങും. സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 34 വട്ടം, നൂറാളി. എന്നിട്ട് അല്ലാഹുമ്മ ബിസ്മിക അമൂതു ഹയ്യ എന്ന് പറഞ്ഞ് നമ്മൾ കൈ ചള്ളക്ക് വെച്ച് കിടക്കണം. ഇതിനെ വലതുഭാഗം ചെരിഞ്ഞെടുക്കണം. ഇന്ന് ശാസ്ത്രം തെളിയിക്കുന്നു, വലതുഭാഗം ചെരിഞ്ഞു കിടന്നാൽ ഹൃദയത്തിൻ്റെ ഭാരം കുറയും, അറ്റാക്കിന് സാധ്യത കുറയുന്നതാണ്. ഇടതുഭാഗം ചെരിഞ്ഞാൽ ഹൃദയത്തിന് ഭാരം കൂടുമെന്ന് പറയപ്പെടുന്നുണ്ട്. ആ കിടന്ന് പിന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും തിരിഞ്ഞെടുക്കാം. ഉറക്കം വരാഞ്ഞാൽ രാവിലെ നീക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? നമ്മൾ ഏത് രീതിയിലാണോ കിടന്നത് ആ രീതിയിലേക്ക് തിരിഞ്ഞു കിടന്നിട്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദ മാ അമാതന വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞാൽ അവൻ 8 മണിക്കൂർ എന്താ ഇബാദത്തായി തീർത്തു. ചെയ്യുന്ന അമല് കുറവാണെങ്കിലും നിസ്സാരമാണെങ്കിലും 8 മണിക്കൂർ ഇബാദത്താണ്. ഒരാൾ ആ ഉറങ്ങുന്ന സമയത്ത് ദിക്റിലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലിക്കൊണ്ട് ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയ സമയത്ത് മലക്കൾ എഴുത്തു നിർത്തും. അള്ളാഹ്ക്ക് അറിയുന്നവരാണ്. ഇന്നലെ അന്ന് ചോദിക്കും, എന്താ നിങ്ങൾ എഴുത്തി നിർത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ മലക്കൾ പറയും, പക്ഷേ നിൻ്റെ അടിമ ഉറങ്ങിപ്പോയി എന്ന് പറയും. എൻ്റെ അടിമയ്ക്ക് ഉറക്കം കൊടുത്ത് ഞാനാണ്, അതുകൊണ്ട് അവൻ ഉറങ്ങുന്ന വരെ ദിക്ർ ചൊല്ലി കൂലി താൻ പറ്റും. എത്ര വലിയ പ്രതിഫലമാണ് അത്. ഉറങ്ങിപ്പോയപ്പോൾ ദിക്ർ ചൊല്ലാൻ പറ്റിയില്ല. അപ്പം എന്തായി? അവൻ ഉണർന്ന് വരെ ദിക്ർ ചൊല്ലി കൂലി എടുക്കാൻ പറ്റും. നമ്മൾ പള്ളിയിലാണ് ഇത്തിക്കാവ് നെയ്യത്തുള്ളിൽ കിടക്കണം. ഇത്തിക്കാവ് നെയ്യത്തില്ല, പള്ളിയിൽ കിടക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, തെറ്റാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ രാവിലെ എണീറ്റ് വന്ന് നമ്മൾ ഒതുർക്കാൻ പോകുന്നു. അപ്പോൾ എന്തെയും നമ്മളെ കൈകോണി ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. നിസ്കരിക്കാൻ പോകുന്ന എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. ഇനി ഭക്ഷണം കഴിക്കുന്ന രീതികൾ ഇതിൽ നബി തങ്ങൾ ജീവിത മാതൃക കാണിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയും ഭക്ഷണം കഴിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ ആ ഭക്ഷണം കഴിക്കുന്ന നാളെ ആഖിറത്തേക്ക് പ്രതിഫലങ്ങൾ അമലാക്കി മാറ്റണം. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴത്തേയും കൈ രണ്ടും കഴുകണം. മണിക്കണ്ണ വരെ കഴുകുക. മണിക്കണ്ണ വരെ കഴുകിയിട്ട് വായു കൊപ്പിളിച്ചിട്ട് വൃത്തിയുള്ള സ്ഥലത്ത് വൃത്തിയുള്ള സുപ്ര വിരിച്ചിട്ട് ഭക്ഷണത്തെ പ്രതീക്ഷിക്കണം. ഭക്ഷണം നമ്മളെ കാത്തിരിക്കാൻ പാടില്ല. നമ്മൾ ഭക്ഷണത്തെ കാത്തിരിക്കണം.
ഭക്ഷണത്തിൻ്റെ പ്രതീക്ഷ ഇരിക്കുന്ന രീതികളുണ്ട്. ആ ഇരുന്ന് കഴിഞ്ഞിട്ട് ഭക്ഷണം വരും. ഭക്ഷണം അൽഹംദുലില്ലാ എന്ന് പറയണം. കാരണം ഈ ഭക്ഷണം എവിടെയെല്ലാം ഉണ്ടാക്കിയതാണ്. അതിൻ്റെ അരി ആന്ധ്രയിലായിരിക്കാം, അതിൻ്റെ വേറെ ഭാഗത്തായിരിക്കാം. പല ഭാഗത്തുനിന്നും ആ അരിണ്ടാൻ എത്രത്തോളം പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് അവിടെ ഉഴുന്നു, അവിടെ വളമിട്ടു, എല്ലാം ചെയ്തു. നമ്മളെ മുന്നിലൊരു പരിശ്രമമില്ല നമ്മൾ എത്തി. അൽഹംദുലില്ലാ എന്ന് പറയണം. എന്നിട്ട് ഭക്ഷണം ഇരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം വന്നാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ വഖിനാ അദാബന്നാർ എന്ന് ദുആ ചെയ്യില്ല. അള്ളാഹു എനിക്ക് തന്നെ ബർക്കത്ത് ചെയ്യണേന്ന്, ഞങ്ങളെ ശിക്ഷയിൽ നിന്ന് നിറച്ചു കാക്കണമെന്ന് ദുആ ചെയ്യുക. ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? വിരലുകൾ കഴിക്കണം എന്നാ നബി തങ്ങളുടെ ശ്വാസം. ഒരിക്കലും ഭക്ഷണം കഴിക്കുമ്പോൾ കൈയിൻ്റെ ഈ പള്ളഭാഗത്ത് ഭക്ഷണം ആയിട്ടില്ല എന്ന് പറയപ്പെടുന്നത്. ഇത് ശാസ്ത്രം തെളിയിക്കുന്ന ഗ്രന്ഥിയിൽ ഉൽപ്പാദന വിഷാംശമാണെന്ന്. നബി തങ്ങൾ താഴി തടവി എന്ന് പറയപ്പെടുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ. കാരണം അത്രത്തോളം വിരൽ കൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്നത്. ഭക്ഷണം കഴിക്കുമ്പോഴേക്കും എന്ത് ചെയ്യും? നമ്മൾ അള്ളാഹ് ശുക്ർ ചെയ്യണം. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ത്? ഭക്ഷണം കഴിക്കുമ്പോൾ ശുക്ർ ചെയ്യുന്നത്. പറയപ്പെടുന്നുണ്ട് നമ്മൾ ഓരോ ഭക്ഷണം ഇറങ്ങുമ്പോഴും ഓരോ മുറുക്ക് വെള്ളം കുടിക്കുമ്പോഴും അൽഹംദുലില്ലാ അല്ലാഹു ലക്കൽ ഹംദു ലക ശുക്ർ എന്ന് പറയണം. കാരണം ഏറ്റവും സാധ്യത അന്നനാളം ചെറുതായതിൻ്റെ പേരിൽ ഭക്ഷണം ഇവിടെ തങ്ങാൻ സാധ്യതയാണ്. അള്ളാഹിൻ്റെ കുതിരത്തോട് കീപ്പിട്ട് ഇറങ്ങാണ്. അങ്ങനെ ചെയ്താലോ അല്ലാഹു ലക്കൽ ഹംദു ലക ശുക്ർ എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ബുദ്ധിമുട്ടി സുന്നത്ത് നോമ്പെടുത്ത പ്രതിഫലമാണ്. ആ നമ്മൾ ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം സുപ്രീൽ വീണ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? സുപ്രീൽ വീണ് കഴിഞ്ഞാൽ ഇടത്ത് കൈ കൊണ്ടിട്ട് നമ്മൾ ഭാഗത്തേക്ക് ഇടണം. ഭക്ഷണം കഴിക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഒരു തളികയിൽ ഒന്നിൽ കൂടുതൽ ആൾ ഭക്ഷണം കഴിക്കണം. ഒറ്റയ്ക്ക് നിബിധങ്ങൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല എന്നാ. ഭാര്യമാരെ കൂടെ സഹാബാക്കളെ കൂടെ കഴിക്കുന്നു. പിന്നെ നിലത്തിരുന്ന് സുപ്രീലിരുന്ന് കഴിക്കുന്ന അവസ്ഥയാണ്. ഒരു പാത്രത്തിൽ വണ്ടിൽ പിന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് വലിയ സുന്നത്താണെന്നാണ്. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അല്ല ആ ഒരു സാബി പറഞ്ഞു, നിബിധങ്ങളോട് കംപ്ലൈൻറ്റ് പറഞ്ഞു, തങ്ങളെ എനിക്ക് എത്ര ഭക്ഷണം കഴിച്ചു വിശപ്പ് മാറുന്നില്ല എന്ന്. അപ്പോൾ എന്ത് എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു? ഒറ്റക്കാണെന്നാണ്. എന്നാൽ കൂട്ടമായി കഴിക്കാൻ പറഞ്ഞു. ഇന്നഫി ജമാ ബർക്കെന്നാ, ജമാഅത്തിൽ ബർക്കത്തുണ്ടായിരുന്നു ഒന്നിരിക്കുന്നില്ല. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ അല്ലാഹുമ്മ ലക്കൽ ഹംദു ലക ശുക്ർ ഓരോ പ്രാവശ്യം ഇറങ്ങുമ്പോഴും പറയുമ്പോൾ ഓരോ പ്രാവശ്യം സുന്നത്ത് നോമ്പെടുത്ത പ്രതിഫലം. ബുദ്ധിമുട്ടി ശുക്ർ ചെയ്ത് ഭക്ഷണം കഴിച്ചാൽ സബൂർ ചെയ്ത് നോമ്പെടുത്ത പ്രതിഫലം എന്നാണ്. അങ്ങനെ ഭക്ഷണം നമ്മൾ നിലത്ത് പോയി കഴിഞ്ഞാൽ അതിന് വൃത്തിയുള്ള സുപ്ര എന്ന് പറഞ്ഞു. ആ സുപ്രയിൽ ഇരുന്നാൽ എന്ത് ചെയ്യോ? ഇടത്ത് കൈ എടുത്ത് നമ്മളെ ഭാഗത്തേക്ക് ഇടാം. ഇതുകൊണ്ട് 3 ഗുണങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഒന്ന് കിബറില്ലാതാവും, 2 തലമുറകളോളം ദാരിദ്ര്യം ഉണ്ടാവില്ല, മക്കളെ സ്വാധീനങ്ങളാക്കുമെന്ന് പറയപ്പെടുന്നത്. നിലത്ത് പോയ ഭക്ഷണം എടുത്ത് കഴിച്ചാൽ, സുപ്രയിൽ പോയ ഭക്ഷണം എടുത്ത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പൊട്ടിച്ചിരിക്കാൻ പാടില്ല. അത് മറ്റുള്ള മാസത്തിലെ സ്വഭാവമാണ്. അത് മിണ്ടാതിരിക്കാൻ പാടില്ല. അത് തീനാരാധിക്കുന്ന സ്വഭാവമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ ദുആ ചൊല്ലിക്കൊണ്ട് കഴിക്കുക. ഭക്ഷണം കഴിച്ച് നമ്മൾ എന്ത് ചെയ്യുക? പ്ലേറ്റ് വൃത്തിയായി കഴിക്കുക. പറയപ്പെടുന്നു ഈ പ്ലേറ്റ് നമ്മൾ വൃത്തിയായി കഴിച്ചാൽ ഈ പാത്രം നമുക്ക് വേണം ദുആ ചെയ്യുന്നു. പടച്ചവനെ എന്നെ വൃത്തിയാക്കി പറയും, മനുഷ്യനെ ഹൃദയം നീ വൃത്തിയാക്കണമെന്ന് ദുആ ചെയ്യുന്നു പറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവസാനം വിരലുകൾ ഉറിഞ്ചുക. നബി തങ്ങളുടെ സമയം വിരലുകൾ ഉറിഞ്ചിരുന്നു. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ തുടങ്ങി അവസാനിക്കും. രക്തവർണ്ണമാവുന്ന ഉറിഞ്ചിന്ന് പറയപ്പെടുന്നുണ്ട്. അതിന് ശാസ്ത്രീയ ഭക്ഷണം നമ്മൾ നോക്കണ്ട. ശാസ്ത്രീയമായ ഭക്ഷണങ്ങളുണ്ട്. നബി തങ്ങൾ വെറുതെ ചെയ്തല്ല. ഇന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. ഇവിടുത്തെ ഗ്രന്ഥിയിൽ ഇപ്പം അത് ദേഹത്തിന് ശക്തി കൂട്ടുന്നു. നമ്മൾ രാത്രി കറി കൊണ്ടേക്കാണ് നമ്മൾ ഇതിലിട്ടാൽ മതി. അല്ല, നമ്മളെ കൈ കൊണ്ട് കറിയിട്ടാൽ ആ നേരം പോകുന്ന പിടിക്കും. വലിയ ശക്തി ഇതിനുണ്ട്. നിങ്ങൾ വേണം ചെറുപ്പത്തിൽ കുട്ടികളൊക്കെ വിരളിയും പോകുന്നു. ഇന്ന് അയക്കൂല. അതിലൊക്കെ വേറെ ഒരുപാട് തത്വങ്ങളുണ്ട്. അപ്പോൾ നബി തങ്ങളുടെ സ്വാദം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരലുകൾ രക്തവർണ്ണമാവുന്നത് ഉറിഞ്ചിരുന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദുആണ്ട് അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനാ വസഖാനാ വജഅൽനാ മുസ്ലിമീൻ. അല്ലാഹുവിനാണ് എല്ലാ സ്തുതി. ഞങ്ങളെ ഭക്ഷിപ്പിക്കുകയും ഞങ്ങളെ കുടിപ്പിക്കുകയും ചെയ്തു. അല്ലാഹുവിനാണ് എല്ലാ സ്തുതി. ഞങ്ങൾ മുസ്ലിമാക്കുകയും ചെയ്തു. ഇനി ഭക്ഷണം ഉണ്ടാക്കി നമ്മളെ മാതാപിതാ നമ്മളെ ഉമ്മമാരുണ്ടാക്കി പങ്ങന്മാരുണ്ടാക്കി അല്ലെങ്കിൽ കല്യാണത്തിൽ പോയി നമ്മൾ എന്ത് ചെയ്യും? അവരോട് ചെയ്യാം ടാറ്റ എന്ന് പറഞ്ഞ പോലെയല്ലേ ചെയ്യല്. നമ്മൾ അവർക്കാണ് ദുആ ചെയ്യുക. അല്ലാഹുമ്മ അത്ഇമ്മന അത്അമന. അല്ലാഹു ഞങ്ങളെ ഭക്ഷിപ്പിച്ച നീ ഭക്ഷിപ്പിക്കണേ. വസ്ഖി മൻ സഖാന. ഞങ്ങളെ കുടിപ്പിച്ചവർ നീയും കുടിപ്പിക്കണേ. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും. അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ. വഗ്ഫിർ ലഹും റഹ്മർക്ക് പുറത്തു കൊടുക്കണേ, കരുണ ചെയ്യണേ. ഇത്ര വലിയ ദുആയാണ് ഇതെല്ലാം. അതിനുശേഷം പിന്നെ അവസാനം ഒരു ദുആയുണ്ട്. നാളെ അല്ലാഹു സുബ്ഹാനഹു നമ്മളോട് ഓരോ ഗ്ലാസ് വെള്ളത്തെ നമ്മളെ ഹിസാബ് ചെയ്യുന്നതാണ്. ഒരു തണുത്ത ഗ്ലാസ് വെള്ളത്തെ പിടിച്ച് നമ്മൾ ചോദ്യം ചോദിക്കുന്ന ഈ വെള്ളത്തിന് ഹിസാബ് കുറക്കാനും വേണ്ടി കാഠിന്യം കുറക്കാൻ വേണ്ടി ദുആയുണ്ട്. അതാണ് അൽഹംദുലില്ലാഹി അല്ലദീ അശ്ബാന വഅർവാന വഅന്നമന ഉഫദല. ഈ രീതിയിൽ ദുആ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ആ ഭക്ഷണം കഴിക്കുക നമുക്ക് എന്തായി? ഇബാദത്തായി, ഭക്ഷണം വയറ് നിറഞ്ഞു ചെയ്തു. തയ്യാറല്ലേ എല്ലാവരും?